വലിയ നോമ്പിൻ്റെ 40-ാം ദിവസത്തിൽ വചനം ശ്രവിക്കുന്ന ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 24 വരെയുള്ള വാക്യങ്ങളാകുന്നു. കുറിവാക്യമായി 24-ാമത്തെ വാക്യം വായിക്കുന്നു. ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ അവർ ആനന്ദിച്ച് തുടങ്ങി. വ്യത്യസ്ത ആശയങ്ങൾ പങ്കുവെക്കുന്ന ഈ പരിചിതമായ ഭാഗത്തു നിന്നും നഷ്ടമായതിനെ കണ്ടെത്തുമ്പോഴുള്ള സന്തോഷം, ദ ജോയ് ഓഫ് ഫൈൻഡിങ് വാട്ട് വാസ് ലോസ്റ്റ് എന്ന തലക്കെട്ടിൽ നമുക്ക് ധ്യാനിക്കാം. ഒന്നാമതായി 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ആബ്സെൻസ് ഓഫ് ജോയ് ലീഡ്സ് ടു എംപ്റ്റിനെസ്. പിതാവിൻ്റെ സാന്നിധ്യത്തിൻ്റെയും ഭവനത്തിലെ സന്തോഷത്തിൻ്റെയും അഭാവം ശൂന്യതയിലേക്കാണ് അവനെ നയിച്ചു. നഷ്ടപ്പെട്ടു പോയ മകൻ എന്ന കഥാപാത്രം ഭവനത്തിൽ എത്രയോ സമൃദ്ധിയിലും സംരക്ഷണയിലും കരുതലിലും കഴിഞ്ഞിരുന്നവനാണ്. ഇപ്പോഴോ ഹി ലോസ്റ്റ് ജോയ്, പ്രൊട്ടക്ഷൻ, പ്രൊവിഷൻ, ഐഡന്റിറ്റി ആൻഡ് ഓൾ. രണ്ടാമതായി 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. God celebrates our return, the sinner's return. ചെറുപ്പക്കാരൻ അനുഭവിച്ച ശൂന്യത അവനിൽ സുബോധമുളവാക്കി പാപബോധത്തിലേക്ക് അവനെ നയിച്ചു. പാപബോധം അവനെ സ്വഭവനത്തിലെ സന്തോഷത്തിലേക്ക് മടങ്ങി വരുവാൻ പ്രബോധിപ്പിച്ചു. മൂന്നാമതായി 24-ാം വാക്യം. മെയിൻറ്റെയിൻ ഡിവൈൻ ജോയ് ഈസ് our മിഷൻ. ഇത് ഒരു വെല്ലുവിളിയാണ്. മകൻ പ്രതീക്ഷിച്ചതിലും ഉപരിയായി പിതാവ് അവനെ സ്നേഹിച്ചു, ആദരിച്ചു. എന്താണ് ഈ ചിന്തകൾ നമ്മിൽ ക്രിയ ചെയ്യേണ്ടത്? ദൈവസാന്നിധ്യത്തിൽ നിന്നും ദൈവസ്നേഹത്തിൽ നിന്നും ഒരിക്കലും അകലരുത്. നെവർ ലീവ് ഗോഡ്സ് പ്രസൻസ് ആൻഡ് ലവ്. അങ്ങനെ അകലപ്പെട്ടാൽ സകലവും ശൂന്യമാകും. ഏതെങ്കിലും കാരണവശാൽ ദൈവസന്നിധിയിൽ നിന്നും അകലപ്പെട്ടു എന്ന് വരികിൽ ഏത് വിധേനയും നമ്മെ സ്ഥിരീകരിച്ച് മടങ്ങിവരവ് ആഘോഷമാക്കാൻ കാത്തിരിക്കുന്ന തിരിച്ചറിവും പാപബോധവും മടങ്ങിവരവും നമുക്ക് ഉണ്ടാകണം. ശത്രു ഉളവാക്കിയ ആത്മീയവും വികാരപരവും യുക്തിപരവുമായ മരണത്തിൽ നിന്ന് ക്രിസ്തുവിനാൽ വീണ്ടെടുക്കപ്പെടുന്നതാകണം നമ്മുടെ ജീവിതം. അപ്രകാരം ദൈവിക സന്തോഷത്തിൽ നമുക്ക് തുടർന്നും ജീവിക്കാം, ജീവിതം അർത്ഥപൂർണമാക്കാം. പ്രാർത്ഥിക്കാം. ദൈവമേ, നിന്നിൽ വിശ്വസിച്ച് നിന്റെ വചനത്തിൽ ആശ്രയിച്ച് ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളെയും പ്രതികൂലങ്ങളെയും അതിജീവിക്കുവാനുള്ള കൃപ നൽകണമേ. ആമേൻ.